ഇന്നത്തെ വിഷയം നമ്മളെ ഗ്രാറ്റുവിറ്റി പേയ്മെൻ്റ് ആണ്. എന്താണ് ഗ്രാറ്റുവിറ്റി പേയ്മെൻറ്റ്? ഒരു പെർമനൻറ്റ് എംപ്ലോയി റിസൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് സമയത്തോ അയാൾക്ക് കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ് ഈ ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് എങ്ങനെയാണ്? അയാൾ കംപ്ലീറ്റഡ് സർവീസിന് ഒരു കൊല്ലം 15 ദിവസത്തെ ശമ്പളമാണ് അയാൾക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 10 കൊല്ലം അയാൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 5 മാസത്തെ ശമ്പളം ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടും. എങ്ങനെയാണ് ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് നോക്കാം. അയാൾക്ക് ലാസ്റ്റ് ഡ്രോൺ സാലറി, അയാൾ ലാസ്റ്റ് മാസം അയാൾ എന്താണ് റിട്ടയർ ആകുമ്പോൾ 5 കൊല്ലത്തിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഗ്രാറ്റുവിറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ 5 കൊല്ലം കൂടുതൽ വർക്ക് ചെയ്തെങ്കിൽ എത്ര നാളാണെങ്കിലും അയാൾ കിട്ടും. അപ്പോൾ സ്പ്ലിറ്റപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ 10 കൊല്ലം 6 മാസം ആണെങ്കിൽ 11 കൊല്ലം കിട്ടും. 10 കൊല്ലം 5 മാസം ആണെങ്കിൽ 10 കൊല്ലത്തേക്ക് കിട്ടത്തുള്ളൂ. ഇനി എങ്ങനെയാണ് ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് നമുക്ക് നോക്കാം. ലാസ്റ്റ് ഡ്രോൺ സാലറിയുടെ അയാൾ ബേസിക്കും ഡി എയും എടുത്തിട്ട് ബേസിക്കും ഡി എയും കൂട്ടും. അതിനെ 26 കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇൻറ്റു 15 ഇൻറ്റു ടോട്ടൽ സർവീസ്. അതായത് ബേസിക്കും ഡി എയും കൂട്ടി കിട്ടുന്നത് 26 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൾക്ക് ഒരു ദിവസത്തെ ശമ്പളം കിട്ടും ഇൻറ്റു 15. അപ്പോൾ ഒരു കൊല്ലം വർക്ക് ചെയ്താൽ 15 ശമ്പളം അത് കിട്ടും ഇൻറ്റു ടോട്ടൽ ഇയർ ഓഫ് സർവീസ്. അങ്ങനെയാണ് ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത്. ആ ഗ്രാറ്റുവിറ്റി എമൗണ്ട് 5 കൊല്ലം കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതിന് മുമ്പ് റിട്ടയർ ആവുന്നവർക്കോ അല്ലെങ്കിൽ അതിന് മുമ്പ് റിസൈൻ ചെയ്ത് പോകുന്നവർക്കോ റിട്ടയർ ആവുന്നവർക്കോ കിട്ടത്തില്ല. മിനിമം പീരീഡ് പെർമനൻറ്റ് എംപ്ലോയീസിന് 5 years ആണ്. ഇതാണ് അതിൻ്റെ കാൽക്കുലേഷൻ. അതിന് ഇപ്പോൾ സീലിംഗ് എന്ന് പറഞ്ഞാൽ 20 ലക്ഷമാണ് മാക്സിമം സീലിംഗ് വെച്ചിരിക്കുന്നത്. 20 ലക്ഷത്തിന് മേലെ ഏതെങ്കിലും കമ്പനി അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ടാക്സബിളാണ്. 20 ലക്ഷം വരെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ഈ പറയുന്നത് ഈ എംപ്ലോയി ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 20 ലക്ഷമാണ് 10 ഉണ്ടായിരുന്നത് 20 ആക്കി. ഈ 20 ലക്ഷം വരെ ആൾക്ക് സാലറിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഈ റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല. 20 ലക്ഷത്തിന് മേലെ കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ കിട്ടുന്ന എമൗണ്ടിന് ഇയാൾ ടാക്സ് അടയ്ക്കേണ്ടതായിരിക്കും. ഈ ഗ്രാറ്റുവിറ്റിയുടെ ടൂൾസ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.